Hello everyone, welcome to my YouTube channel. So ഇന്ന് ഡിസംബർ 20th ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ്. സോ ഈ ഒരു വീഡിയോ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗാണ്. സോ വെൽക്കം ഗായ്സ്. പന്ത്രണ്ട് മണിക്ക് ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഉണ്ട്. സോ അതിനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഞ്ഞ് പരിശ്രമിച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇത് എൻ്റെ സിസ്റ്റർ മിലാന എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതെന്ന്. സോ ഇതാണ് മിലും എൻ്റെ ഫ്രണ്ട്സും കൂടി എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ സർപ്രൈസ് ചെയ്യാനായിട്ട് ചെയ്ത ബർത്ത്ഡേ ഡെക്കറേഷൻസ്. ഇത് കാണാൻ ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ വൈറ്റ് ബലൂൺസും കളർ കോമ്പിനേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇതിന് മുൻപേ ഈ ഡെക്കറേഷൻസ് ഒന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു. യൂഷ്വലി ഒരു വിഷൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഈ ഒരു ഇയർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ആൻഡ് ലക്കി. ഇതുപോലെ ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് അവർ ജെനുവിൻലി നമ്മളെ ഹാപ്പി ആക്കാനും നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളെ സ്പെഷ്യലാക്കാനും വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ട് ഡെക്കറേഷൻസും ആയിക്കോട്ടെ, അതുപോലെ അവരുടെ പ്രസൻസ് നമ്മൾ ഓർത്ത് വിഷ് ചെയ്യുന്നത്, ഇത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെ ജെയിംസിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ ഈ ബർത്ത്ഡേ പാർട്ടി ഇവിടെ എൻജോയ് ചെയ്യുവാണ്. സോ ഇന്ന് 19th ഡിസംബർ ഞാൻ ഒരു ഹെക്റ്റിക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മിലു എന്നെ സർപ്രൈസ് ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ ഇന്നാണോ എൻ്റെ ബർത്ത്ഡേ നാളെയാണോ എൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. മിലു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു മിലാനയുടെ ക്രിയേറ്റീവ് ബുക്കാണ്. ഇതിൽ അവൾ എന്നെക്കുറിച്ച് എഴുതിയ ഓരോ വേർഡ്സും ഞങ്ങളുടെ ക്യൂട്ട് ചൈൽഡ്ഹുഡ് പിക്സും എല്ലാം ചേർത്ത് ഇത് ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഒത്തിരി മെമ്മറീസ് ഉണ്ട് ഈ ബുക്കിൽ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും സിസ്റ്ററും ഒരാളാവുന്നത് അത് ഭയങ്കര ലക്കിയാണ്. മിലു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് സിസ്റ്റം തന്നെയാണ്. എൻ്റെ എല്ലാ ഇമോഷൻസും കണ്ട ഒരാൾ മിലുവാണ്. ഞാൻ ആ നൈറ്റ് ഷിഫ്റ്റിന് പോയ ഒരു 8 hourലാണ് മിലു ഇതെല്ലാം ഈ ബുക്കും എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇതുപോലെ ചെയ്യാനായിട്ട് ഒരാളെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് മതി. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 20th ഡിസംബർ മോർണിംഗ് ആണ്. ഞാനൊരു സർപ്രൈസ് കേട്ടാണ് എഴുന്നേറ്റത്. ഇന്നലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ആൻഡ് ദെൻ ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഒരുപാട് നാളുകൾ ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അലീനയ്ക്ക് വിഷസ് അറിയിച്ചിരിക്കുന്ന അലീനയുടെ ലവ്ലി ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള പപ്പ, മമ്മി, സിസ്റ്റർ മിലു, ചേച്ചി, പിന്നെ റോബിൻ ചേട്ടനാണ്. ഇവരോടൊപ്പം 1000 ജന്മദിനാശംസകൾ. അലീനയുടെ പ്രിയപ്പെട്ടവര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അലീനയുടെ ഫേവറേറ്റ് സോങ് ആണ്. നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം. You are listening to Radio Level Live UK. നമ്മളൊരേ നാട്ടുകാർ.
ദിസ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഐ ഫെൽറ്റ് ക്യൂട്ട്. ഞാൻ ചെറുപ്പത്തിൽ സൂര്യ മ്യൂസിക്കൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ പേര് വിളിച്ച് ആരെങ്കിലും സോങ് ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച് റോബിൻ ചേട്ടാ ആൻഡ് ചേച്ചി. അവരുടെ സർപ്രൈസ് ഇതിൽ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ടായിരുന്നു സർപ്രൈസ്. Nice. Thanks. രണ്ട് ഓച്ചിച്ചി സെൻഡ് ചെയ്തത്. Thank you ഓച്ചിച്ചി. അങ്ങനെ ഈ സർപ്രൈസ് ഒക്കെ കണ്ട് ഹാപ്പിയായി നമ്മളിപ്പോൾ ഒരു സൺസെറ്റ് കാണാനായിട്ട് പുറത്തു പോവാണ്. ഇത് വീണ്ടും തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണ്. ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെച്യൂരിറ്റി ഈസ് വെൻ യു റിയലൈസ് ബർത്ത്ഡേ ഈസ് ജസ്റ്റ് ആൻ അതർ ഡേ എന്ന്. പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് തന്നെ ചെയ്യണം. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയും 50 ആൾക്കാരെ വിളിച്ചൊന്നുമല്ല, നമ്മുടെ ലവ്ഡ് വൺസായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ബാക്കി ഒരു ഡേന്ന് വിപരീതമായിട്ട് ഒരു ഡേ ഓഫ് ഒക്കെ എടുത്ത് ജസ്റ്റ് വലിയ പരിപാടി അല്ലെങ്കിലും നമ്മുടെ ലവ്ഡ് വൺസായിട്ട് നമ്മൾ സെലിബ്രേറ്റ് തന്നെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ കുട്ടിത്തം നിലനിൽക്കുന്നത്. അങ്ങനെ ബീച്ചിൽ സൺസെറ്റ് കാണാൻ വന്ന ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പെട്ടുന്ന്. ഇവിടെ നല്ല സ്റ്റോമുണ്ട്, നല്ല ചുഴലിക്കാറ്റാണ്. അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ജോസ്മോൻ്റെ ഒടുക്കത്തെ മോട്ടിവേഷൻ എന്തായാലും ബീച്ച് കാണാൻ വന്നു, ഇനി കണ്ടിട്ട് പോവാന്നുള്ളത്. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ തന്നെ ഞാൻ പഠിച്ചു, ലൈഫിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഡീൽ ഇറ്റ് ഗൈസ്. ഇവിടെ ലോ ടൈഡ് ആയതുകൊണ്ട് ബീച്ചിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ ബീച്ച് കാണാനുള്ള ആഗ്രഹം സൺസെറ്റും ഇവിടെ ഫ്ലോപ്പ് ആവുകയാണ്. അപ്പോഴാണ് മിലാന പറഞ്ഞത് കുറച്ച് ഫോട്ടോസ് എങ്കിലും എടുക്കാമെന്ന്. പിന്നെ നടന്നത് ചരിത്രമായിരുന്നു. ഇവിടെ വൺ ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ മിലു പിൻട്രസ്റ്റിൽ കണ്ട ഏതോ ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആഞ്ഞ് പരിശ്രമിക്കുവാണ്. അങ്ങനെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ലപോലെ വിശന്നു. സോ നമ്മളിവിടെ മക്കായിലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റായ ആഹാറിൽ വന്നേക്കുവാണ്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് ഒത്തിരി സർപ്രൈസസ് ഉണ്ടായിരുന്നു. ഓൾസോ ഞാൻ ജെനുവൻലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരെടുത്ത ഓരോ എഫേർട്സും എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ട്രീറ്റാണ്. ഞങ്ങൾ റൈസും നാനും 2 കറിയാണ് ഓർഡർ ചെയ്തത്. Hi guys, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ജോസ്? Food was good. അങ്ങനെ എൻ്റെ 25th ബർത്ത്ഡേയുടെ ഒരു അവസാനത്തിലോട്ട് വന്നേക്കുവാണ് സെലിബ്രേഷൻ്റെ. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ ഇന്ന് ഓർത്ത് വിഷ് ചെയ്തവരും ഇന്ന് മറന്നു പോകാൻ വിഷ് ചെയ്തവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ കാര്യമല്ല ആക്ച്വലി എന്നെ ഓർത്ത് വിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. പണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു 25 നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര 25 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു നമ്പറായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷെ എന്താ അതറിയത്തില്ല, ഇപ്പോൾ 25 നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. താങ്ക്സ് ഗൈസ് ഫോർ വാച്ചിങ്. സോ സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം. ബൈ.